കൊല്ലം നീലേശ്വരത്ത് അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം ഇന്ന് രാവിലെ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ആ സംഭവത്തിനിടയാക്കിയ വൻ ദുരന്തത്തിൽ നിന്ന് തലനാടിഴയ്ക്ക് രക്ഷപ്പെട്ട അഞ്ജലി എന്ന യുവതി. ആ പകപ്പോടെ ഓർത്തെടുക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടമാണ്. കൺമുന്നിൽ നാടിനെ നടുക്കിയ ദുരന്തം നടന്നതിൻ്റെ ഞെട്ടലിൽ നിന്നും ഈ യുവതി ഇപ്പോഴും മുക്തയായിട്ടില്ല. മരിച്ചവരും പരിക്കേറ്റവരുമെല്ലാം ദിവസവും കാണുന്ന നാട്ടുകാരാണെന്നത് ദുരന്തത്തിൻ്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകാനായി രാവിലെ 7 മണിയോടെയാണ് അഞ്ജലി നീലേശ്വരത്തെ ബസ് സ്റ്റോപ്പിൽ എത്തിയത്. ഇതേ സമയത്ത് സ്കൂളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും പോകാനായി നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും അവിടെ ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണയായി 7 മണിക്ക് വരേണ്ട ശ്രീവത്സം ബസ് അന്ന് 10 മിനിറ്റോളം തന്നെ വൈകുകയും ചെയ്തിരുന്നു. ആ കാത്തിരിപ്പിലേക്കാണ് അമിത വേഗത്തിൽ മരണപ്പാച്ചിൽ നടത്തി ടിപ്പർ ലോറി ഇരച്ചു കയറിയത്. ഇറക്കവും വളവും ഒന്നിച്ചു വരുന്ന കൃത്യമായ ഒരു T ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത്. അളവിൽ കൂടുതൽ മണ്ണു കയറ്റിയ ലോറി നിയന്ത്രണരഹിതമായി തന്നെ വേഗത്തിൽ ഇറക്കമിറങ്ങി വന്നതാണ് വൻ ദുരന്തത്തിന് കാരണമായതെന്ന് അഞ്ജലി ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കവലയിലേക്ക് അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ടിപ്പർ ആദ്യം എതിർദിശത്ത് നിന്ന ബുള്ളറ്റ് മോട്ടറിനെ സൈക്കിളിന് ഇടിച്ചു തെറിപ്പിക്കുകയും തുടർന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പൂർണ്ണമായും ശക്തിയോടെ തന്നെ ഇടിച്ചു കയറ്റുകയുമായിരുന്നു. എല്ലാം നിമിഷങ്ങൾക്ക് അകത്താണ് സംഭവിച്ചത്. ടിപ്പറിന്റെ മരവ് കണ്ടപ്പോൾ തന്നെ അപകടം മണത്തിരുന്നു. അത് ബൈക്കിലിടിച്ചപ്പോഴേക്കും ഓടി മാറാനാണ് തോന്നിയത്. ആ പരിഭ്രാന്തിക്കിടയിലും അടുത്തു നിന്നിരുന്ന 2 പെൺകുട്ടികളുടെ കൈകൾ പിടുത്തം കിട്ടി. അവരെയും വലിച്ച് പിന്നിലേക്ക് ഓടുകയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ടിപ്പർ ബൈക്കിനെയും നിരത്തി ബസ് സ്റ്റാൻഡിലെ ഇടിച്ചു കയറി കഴിഞ്ഞിരുന്നു. ഇതാണ് അഞ്ജലി പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ചയുണ്ടല്ലോ, സെക്കൻഡ്സുകളുടെ നിമിഷത്തിൽ അല്ലെങ്കിൽ വ്യത്യാസത്തിൽ അവിടെ നടന്നത് വളരെയധികം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണെന്ന് എടുത്തു പറയണം. അപകട സമയത്ത് 10ഓളം സ്കൂൾ കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിന്റെ ഭിത്തിയും ടിപ്പർ ലോറി ഉണ്ടായിരുന്ന ടൺ കണക്കിന് മണ്ണും ഒന്നിച്ച് കുട്ടികളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ആകെ ഭയന്നുപോയ അഞ്ജലി ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിച്ച് അമ്മയെ വിവരം അറിയിക്കുകയും ചെയ്തു. അമ്മ അയൽക്കാരെയും കുട്ടി സംഭവ സ്ഥലത്ത് ഓടിയെത്തുകയുമായിരുന്നു. ഇതിനിടയിൽ തന്നെ യുവതി പോലീസിനെയും അഗ്നിരക്ഷാ സേനയും ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. അപ്പോഴേക്കും ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. യുദ്ധകാലടി അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നിയമലംഘനം നടത്തി പാഞ്ഞെത്തിയ ടിപ്പർ ലോറി കവർന്നത് 3 നിരപരാധികളുടെ ജീവനാണെന്ന ഓർമ്മയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നീലേശ്വരം ഗ്രാമം മുഴുവൻ തന്നെയും.